ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി സമൂസയുടെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോ ചീസ് സമൂസ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സമൂസ റെഡിയാക്കാനായിട്ട് 3 മീഡിയം സൈസിലുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ, ഉപ്പ് ചേർക്കാതെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വെന്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് ചതച്ച മുളക് ചേർക്കും. ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു പീസ് ചിക്കൻ മാഗി ക്യൂബ്സ് ചേർക്കുവാണ്. കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നോക്കിയിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഏത് ടൈപ്പ് ചീസ് വേണേലും എടുക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷീറ്റ് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഞാനിത് വലിയൊരു നാരങ്ങ വലിപ്പത്തിന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ചീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇനി സമോസ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഓരോന്നും ഇതുപോലെ എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്കിനി ഇത് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദയിലേക്ക് വെള്ളം ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഓരോന്നും എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചീസ് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.